Hi everyone, this is Yabin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ലേബിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ ഈ ഒരു വീഡിയോ തുടക്കം നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പ് കിട്ടുക. നമ്മുടെ ചാനൽ ഇപ്പോഴും കുറേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നത്. സോ എന്തായാലും മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് iOS 8 പബ്ലിക് ബീറ്റ ഇപ്പോൾ നമുക്ക് റിലീസ് ആയിട്ടുണ്ട്. ഈ ഒരു ബീറ്റയിൽ കുറേയധികം മാറ്റങ്ങൾ നമുക്ക് നേരത്തെ വന്നതിനെക്കാട്ടും കുറേയധികം മാറ്റങ്ങൾ ആപ്പിൾ വരുത്തുന്നുണ്ട്. അതേപോലെ ഡെവലപ്പേഴ്സ് ബീറ്റ 3 റിലീസും ചെയ്തിട്ടുണ്ട്. ആ ഒരു ബീറ്റകളുടെ iOS 18 കഴിഞ്ഞിട്ട് വന്ന എല്ലാ ബീറ്റകളുടെയും ബീറ്റ അപ്ഡേഷനും വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ iOS 17.6 ബീറ്റ 4 നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഡെവലപ്പർ ബീറ്റ ആണെങ്കിലും പബ്ലിക് ബീറ്റ ടെസ്റ്റർ ആണെങ്കിലും എന്തായാലും ആ ഒരു അപ്ഡേഷൻ ചെയ്യുക. ആ ഒരു അപ്ഡേഷൻ ചെയ്തവരാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് നമ്മുടെ വീഡിയോ തൊട്ടതായിട്ട് കമൻറ്റ് ചെയ്യുക. നമ്മുടെ രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിൾ പ്രൊഡക്റ്റുകളുടെ ഓരോ ഫീച്ചേഴ്സ് കാണിച്ചുകൊണ്ട് ഒരു ആഡാണ് യൂഷ്വലി ആപ്പിൾ കൊണ്ടുവരുന്നത്. പക്ഷേ ഓരോ പ്രൊഡക്റ്റുകളുടെ യൂസേജിൻ്റെ ഒരു സീരീസ് ഇന്നേ വരെ വേറെ ഒരു കമ്പനീസും ഇറക്കിയിട്ടില്ല. ആ ഒരു മാറ്റവും ആപ്പിൾ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. ആപ്പിൾ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു അതിൻ്റെ ആഡിൻ്റെ തന്നെ ഒരു സീരീസ് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഔട്ട് ഓഫ് ഓഫീസ് എന്ന് പറയുന്ന പുതിയ ഒരു ആഡ് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. എന്തായാലും കണ്ടു നോക്കണം. നല്ലൊരു സീരീസാണ്. അത് ആദ്യം തൊട്ട് അവസാനം വരെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന അതായത് ഔട്ട് ഓഫ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ആഡും കാണുക. നല്ലൊരു അടിപൊളി സീരീസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. അടുത്ത വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ iPhone 16 and 16 Proൻ്റെ ഒരു കൺഫേം ലീക്ക്ഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടിൽ എന്തായാലും കാണുക. വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഐ ബട്ടണിലും കൊടുത്തേക്കാം. ഈ ഒരു അപ്ഡേഷൻ ഞാൻ പറയാനായിട്ട് വിട്ടുപോയതല്ല, അതിനുശേഷം വന്ന ഒരു അപ്ഡേഷനാണ്. നമ്മുടെ iPhone 16 Proയിൽ നമുക്ക് റോസ് ഗോൾഡ് എന്ന് പറഞ്ഞ കളറ് തിരിച്ചു വരുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. ഈ പറഞ്ഞ റോസ് ഗോൾഡ് ടൈറ്റാനിയം ഫിനിഷിലായിരിക്കും വരാൻ പോകുന്നത്. അതോടൊപ്പം നേരത്തെ വന്ന 15 Proയിലും 15 Pro Maxിലും വന്ന ആ ഒരു ബ്രഷ് എഫക്റ്റ് ആയിട്ടുള്ള ടൈറ്റാനിയം ആയിരിക്കില്ല ഈ ഒരു വട്ടം. 16 Proയിലേക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടെ പോളിഷ്ഡ് ആയ ഒരു ടൈറ്റാനിയം എഫക്റ്റ് ആയിരിക്കും, ടൈറ്റാനിയം ഫിനിഷ് ആയിരിക്കും ഈ പറഞ്ഞ 16 Pro സീരീസിൽ വരാൻ പോകുന്നത്. 2025 റൺ ചെയ്യാൻ പോകുന്ന iOS 18 ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ഇമോജീസിൻ്റെ ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഈ പറയുന്ന കുറച്ചധികം ഇമോജീസാണ് നമ്മുടെ 2025 ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. ആപ്പിളാണ് പൊതുവെ പുതിയ ഇമോജീസ് റിലീസ് ചെയ്യുന്നത്. അതിനുശേഷം ആൻഡ്രോയിഡിലും ആ ഇമോജീസ് വന്നിട്ടാണ് ഒഫീഷ്യലി എല്ലാ യൂസേഴ്സിനും ലഭിക്കുന്നത്. അതോടൊപ്പം ആപ്പിൾ വാച്ച് എന്ന് പറയുന്നത് ഏറ്റവും യൂട്ടിലിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. ആപ്പിൾ വാച്ച് കൊണ്ട് ഇപ്പോൾ പുതിയ ഒരു ജീവനും കൂടെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ ഒരു വാട്ടർ സർഫ് ചെയ്യുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തി അപകടത്തിൽ ഈ പറഞ്ഞ വെള്ളത്തിനുള്ളിലായി പോവുകയും ആപ്പിൾ വാച്ച് അൾട്ര യൂസ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് റെസ്ക്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് അയാൾക്ക് എടുക്കാനും പറ്റി. സോ ആപ്പിൾ വാച്ച് ജസ്റ്റ് ഒരു വാച്ച് മാത്രമല്ല, ഈ പറഞ്ഞ ക്യാഷ് കൊടുക്കുന്നതിൻ്റെ വാല്യൂ ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് നമുക്ക് തരുന്നുണ്ട്. ഫോൾ ഡിറ്റക്ഷൻ, അതേപോലെ ഹാർട്ട് റേറ്റ്, ഹയർ ഹാർട്ട് റേറ്റ് ആയിക്കോട്ടെ ലോവർ ഹാർട്ട് റേറ്റ് ആയിക്കോട്ടെ, പെട്ടെന്ന് നമ്മുടെ ഹാർട്ട് ബീറ്റ് കുറയുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ നോട്ടിഫിക്കേഷൻസും നമുക്ക് തരും. ഈ പറഞ്ഞ ഒരു ഡിവൈസും നമ്മുടെ കാർഡിയാക് അറസ്റ്റോ അതേപോലെ ഹാർട്ട് ഫെയിലിയേഴ്സോ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യുകയോ പറയുകയില്ല. അതെന്തായാലും നിങ്ങൾ ഓർത്ത് വെക്കണം. അതേപോലെ എല്ലാവരും ആപ്പിളിനെ കുറ്റം പറയാറുണ്ട്. ആപ്പിൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ്. ശരി, ആയിക്കോട്ടെ. പക്ഷേ ആപ്പിൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്താണ് ഒരു യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഒരാൾക്കാരും പറയാത്തത്? ഈ പറഞ്ഞ കാലിഫോർണിയയിൽ ഏകദേശം ഇപ്പോൾ ഇനീഷ്യലായിട്ട് മാത്രം ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് $50 മില്യൺ ആണ്. അതായത് $50 മില്യൺ. എന്തിനാണെന്നല്ലേ, ഹോംലെസ് ആയ ആൾക്കാർക്ക് ഒരു ഹോം അല്ലെങ്കിൽ ഒരു വീട് പണിയാനുള്ള ഒരു പ്രൊജക്റ്റിലാണ് ഇപ്പോൾ ആപ്പിൾ നിൽക്കുന്നത്. സോ ആ ഒരു പ്രൊജക്റ്റിന് ആദ്യത്തെ ഫിനിഷ്യൽ ഫേസിൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് $50 മില്യൺ ആണ്. അതിനുശേഷം ബാക്കി വരുന്ന എല്ലാ ചിലവുകളുടെയും ഒരു ഭാഗം ആപ്പിൾ ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്. സോ ഇങ്ങനെയും കുറേയധികം കാര്യങ്ങൾ ഈ പറഞ്ഞ ആപ്പിൾ എന്ന് പറഞ്ഞ വലിയ ടെക്നോളജി കമ്പനി ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ആരും പറയുന്നില്ല. ആ ഒരു കാര്യം വേറൊരാളും ഊതി വീർപ്പിച്ച്
വലിയ കാര്യത്തിലായിട്ട് സംസാരിക്കാറില്ല. സോ അത് നമ്മുടെ ചാനൽ എന്തായാലും സംസാരിക്കും, തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത് നമ്മുടെ ചാനൽ എന്തായാലും സംസാരിക്കും. അതേപോലെ ആപ്പിളിൻ്റെ വിഷൻ പ്രോ ഇപ്പോൾ കുറച്ചധികം കൺട്രീസിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആപ്പിളിലെ ഇമേഴ്സീവ് വീഡിയോ എക്സ്പീരിയൻസ്, അതായത് സ്പോർട്സ് ആയിക്കോട്ടെ, അതേപോലെ വെബ് സീരീസ് ആയിക്കോട്ടെ, മൂവീസ് ആയിക്കോട്ടെ, ഡോക്യുമെൻ്ററീസ് ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിലും ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഈ വരുന്ന ജൂലൈ 18 ആപ്പിളിൻ്റെ ഈ ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് വിഷൻ പ്രോയിൽ വരാൻ പോകുന്നത്. സോ നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ഈ പറഞ്ഞ വിഷൻ പ്രോ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടായിരിക്കും ഈ ഒരു വീഡിയോ അവർക്ക് ലഭിക്കാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. അതോടൊപ്പം ഇതേപോലുള്ള ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും കിടലിനായുള്ള ന്യൂസുകൾ പറയുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ആൻഡ് നമ്മുടെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is your Bill Savior signing from Epica, and have a nice day.